അടുത്ത ജന്മമുണ്ടെങ്കിൽ നമ്മൾ ഒന്നിക്കാതിരിക്കട്ടെ. പ്രിയപ്പെട്ട ഭർത്താവിനോടാണ് ഈ ഒരു വാചകം പറയാൻ ഒരു ഭാര്യ ഹൃദയം എത്ര തവണ തകർന്നിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? അവൾ നിങ്ങളെ വെറുത്തത് കൊണ്ടല്ല കേട്ടോ. അത് ഒരുപാട് സ്നേഹിച്ചിട്ടും 1000 പ്രാവശ്യം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ഒരിക്കലും മനസ്സിലാക്കപ്പെടാതെ പോയത് കൊണ്ടാണ് അത് എന്നുള്ളത്. ഒരു ഭാര്യ വിവാഹം കഴിക്കുന്നത് ഒരു വീടിനെ ജോലി ചെയ്യാൻ വേണ്ടി മാത്രമെന്ന് ആരും വിചാരിക്കേണ്ട. ഒരു പുരുഷന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യനായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കാലങ്ങളൊക്കെ കടന്നു പോകുമ്പോഴേ അവളുടെ പിറന്നാൾ നിങ്ങൾ മറന്നു പോകും, കണ്ണുനീര് നിങ്ങൾ കാണില്ല, മൗനം നിങ്ങൾ കേൾക്കില്ല, ത്യാഗങ്ങൾ നിങ്ങൾ ഒരിക്കലും എണ്ണില്ല അവളുടെ. പക്ഷെ അവൾ നിങ്ങളെ എന്നും സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്തെന്നറിയാം, ഒരു ഭാര്യയുടെ സ്നേഹത്തിന് പലപ്പോഴും നിബന്ധന മാത്രമേ ഉള്ളൂ, എന്നെന്ന് മനസ്സിലാക്കൂ എന്ന് മാത്രം. ഭർത്താക്കന്മാരോടാണ് എന്താ പറയാനുള്ളത്, നിങ്ങൾ ജോലിക്ക് പോകുമ്പോഴേ അവൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി, സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. നിങ്ങൾ വൈകി വരുമ്പോൾ അവൾ ഉറങ്ങാതെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ സ്നേഹം കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോഴേ അവൾക്ക് വിശപ്പില്ലാത്തത് കൊണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങളുടെ മുഖത്ത് ഒരു ചിരി കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവൾ പിന്നെയും പനി വന്ന ദിവസവും അതുപോലെ തന്നെ മനസ്സ് തകർന്ന രാത്രികളും അവൾ കരഞ്ഞുറങ്ങിയ നിമിഷങ്ങളും നമുക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ടല്ലേ. എന്താ നിനക്ക് പറ്റിയതെന്ന് ചോദ്യം പോലും ലഭിക്കാതെ പോകുമ്പോഴേ അവൾ ജീവിതത്തിൽ ശരീരം കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്. പക്ഷേ അവളുടെ മനസ്സ് പതിയെ മരിച്ചുകൊണ്ടിരിക്കുമെന്നാണ് പറയും. അവസാനം അവൾ കരയുന്ന പോലും നിർത്തും, പരാതിപ്പെടുന്നത്, പ്രതീക്ഷിക്കുന്നത് എല്ലാം നിർത്തും അവൾ. കാരണം എന്തെന്നറിയും, പ്രതീക്ഷകൾ മരിച്ചു കഴിഞ്ഞാൽ സ്നേഹം പതിയെ മൗനമായി പോകുമെന്നാണ്. അപ്പോഴാണ് കണ്ണീരോട് അവൾ മനസ്സിൽ പറയുന്നത്, അടുത്ത ജന്മമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനിറങ്ങിയ ഒരാളെ കിട്ടട്ടെ എന്ന്. അപ്പോൾ ഒരു ഭാര്യയുടെ കണ്ണുനീരിൻ്റെ മൗനം വായിക്കാൻ നിങ്ങൾ പഠിക്കട്ടെ. അവളുടെ ചിരിക്ക് പിന്നിലെ കണ്ണുനീർ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പറയാം. അവൾ ജീവിച്ചിരിക്കുമ്പോഴേ തന്നെ അവളെ സ്നേഹിക്കാനും അവളെ വിലമതിക്കാനും അവളെ ചേർത്ത് പിടിക്കാനും നിങ്ങൾ പഠിക്കട്ടെ. കാരണം ഞാൻ ജീവിതത്തിൽ എനിക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു, പക്ഷേ എന്നെ മനസ്സിലാക്കിയ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നില്ല. ഇത് കേൾക്കുന്ന എല്ലാ ഭർത്താക്കന്മാരും പറയാനുള്ളത് എന്തെന്നറിയാം, ഭാര്യ നഷ്ടപ്പെടുന്നത് അവൾ ഈ ലോകം വിട്ടുപോകുമ്പോഴല്ല, അവളുടെ ഹൃദയം നിങ്ങൾ നിശബ്ദമായി അകന്നു പോകുമ്പോഴാണെന്നത്. അതിനു മുമ്പ് ഇപ്പോൾ തന്നെ നിങ്ങൾ അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നിങ്ങൾ കേട്ടോ. ചോദിക്കുക, നീ സന്തോഷവതിയാണോ എന്ന്. ചിലപ്പോൾ ആ ഒരു ചോദ്യം മതി ഒരു തകർന്ന ദാമ്പത്യത്തെ പോലും വീണ്ടും പുനർജീവിപ്പിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും നല്ല വരട്ടെ. ഒരുപാട് സ്നേഹമാണ്. താങ്ക് യു.